ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒറ്റ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു ഒരു പ്രചോദനം നിങ്ങൾ തരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മുമ്പോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഇനിയും ഇതുവരെ കോഴി വളർത്താൻ ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ കോഴി വളർത്താൻ തുടങ്ങിക്കോട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വിരയാട്ടോ, നമ്മുടെ കോഴികളിൽ ഉണ്ടാകുന്ന വിരയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു വെച്ചാട്ടോ. അപ്പോൾ ഇതിനെ ഇളക്കി കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ജീവൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഇളകി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായി നമ്മുടെ കോഴികൾക്കൊക്കെ വിരമരുന്നൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ നമ്മുടെ കോഴികളുടെ കാഷ്ടത്തിൽ ഉണ്ടാവുന്ന വിരയാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കോഴികളുടെ ശരീരത്തിലൊക്കെ വിര അധികമായി കഴിഞ്ഞാൽ അത് കാഷ്ടത്തിലൂടെ വരികയും ചെയ്യും. അതേപോലെ തന്നെ വായിക്കൂടെ വരുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്ന ഇപ്പോൾ ഇത് 2 ദിവസമായി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട്, അപ്പോൾ ഇത് ഞാനിവിടെ കൊടുക്കുന്ന അൽബമറാട്ടോ. അപ്പോൾ ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വിരൻ്റെ മരുന്ന് വാങ്ങാറുണ്ട് വെച്ചാൽ ഒരുപാട് കോഴികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങും. ഇതിപ്പോൾ ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. ഇത് ചെറിയൊരു പൈസയേ ഉള്ളൂ, നമ്മുടെ 30-35 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതാക്കുന്ന അൽബാമറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴികളുടെ കോഴികൾ നന്നായി ഉഷാറായി നിൽക്കണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ കോഴികൾ നല്ലതുപോലെ ഉഷാറായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിരമരുന്ന് നിർബന്ധമായിട്ട് നമ്മുടെ നാടൻ കോഴികൾക്ക് കൊടുക്കണം. നമ്മുടെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളെ പോലെയല്ല, ഇവർ പാടത്തൊക്കെ ചെക്കി ചനങ്ങി നടന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ അവർ പല വിരകളെയും അവർ കഴിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വിരശല്യം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുട്ട ഉൽപ്പാദനമൊക്കെ പെട്ടെന്ന് കുറയും. വിരൻ്റെ ഒരു അസുഖം ഉണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയും. അതേപോലെ തന്നെ നമ്മളിനി എത്ര തീറ്റ കൊടുത്താലും അവരുടെ ശരീരത്തിൽ അത് കാണില്ല. അപ്പോൾ ഇതാക്കുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാക്കുന്ന നമ്മൾ വലിയ കോഴിയാണെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ പറഞ്ഞാൽ വെച്ചാൽ 1 മില്ലി വരെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാമെന്നുള്ള കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8-9 തുള്ളിയൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ കോഴികൾക്ക്. മുട്ടയിടാൻ പാകമായ വലിയ കോഴിക്ക് ഒരു 10 തുള്ളി വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞ 1 മില്ലിയൊക്കെ കൊടുക്കാമെന്നുള്ള. അപ്പോൾ ഞാനിവിടെ ഒരു 10-11 മില്ലി തുള്ളിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയിടുന്ന കോഴികളും അതേപോലെ ഒരു 4-5 ഒരു മുട്ടക്കോഴികളും ഉണ്ട്, ഗിരിരാജ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്കുമാണ് ഞാൻ ഇന്ന് മരുന്ന് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ കോഴികളുള്ള അവർക്ക് നാളെ കൊടുക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് ഒറ്റയടിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളും കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. നമുക്ക് 2 ദിവസം കൊണ്ട് നമ്മളെ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂൾ തുറന്നത് കൊണ്ടാണില്ലെങ്കിൽ നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനെ പോയി. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ എടുക്കണം, നമുക്ക് വിരമരുന്ന് കൂടെ എല്ലാം കൂടി നടന്നില്ല. അപ്പോൾ നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്ക് മാത്രം കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു മഴൻ്റെ സമയം ആയതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ വിര ഇളക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, മഴ ആയതുകൊണ്ട് തന്നെ മുട്ട ഉൽപ്പാദനം എന്തായാലും കുറയും. ഇവിടെയൊക്കെ മുട്ട ഉൽപ്പാദനം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ വെയിറ്റ് തീരെ ഇല്ലാതെ നമ്മുടെ കോഴികൾ. പിന്നെ അതേപോലെ പെട്ടെന്ന് എന്താ പറയുക, മെലിഞ്ഞ് നമ്മളിനി എത്ര ഭക്ഷണം കൊടുത്താലും അവരൊരു ഉഷാറായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കോഴി വളർത്തുന്നവർ തുടങ്ങുന്നവർ നമ്മൾ 2 മാസമെങ്കിലും കൂടുമ്പോൾ നമ്മളെ കോഴികൾക്ക് വിര ഇളക്കണം, അത് നിർബന്ധമാണ്. നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ 2 മാസം കഴിഞ്ഞാൽ, അല്ലെ ഒരു 1.5 മാസമൊക്കെ, അല്ലെ ഞാനിവിടെ 2 മാസമാണ്, 2 മാസം കഴിഞ്ഞ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിരമരുന്ന് കൊടുക്കും. പിന്നെ അതുമല്ല, വിരമരുന്ന് തീരെ കൊടുക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ മുട്ടയിടുന്ന കോഴികൾക്ക് ഈ വിരയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഇവരെ കാഷ്ടത്തിലൂടെ അവർ കാഷ്ടിക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ വിര വരും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞു കോഴികളോ അല്ലെങ്കിൽ വേറെ കോഴികൾ തന്നെ ആ വിരനെ കൊത്തിത്തിന്ന് പിന്നെ ആ കോഴികൾക്കും വിരൻ്റെ അസുഖം വരാൻ ചാൻസ്. അപ്പോൾ വരുമ്പം കോഴികൾക്ക് എല്ലാവർക്കും വരേണ്ട അസുഖം എന്തായാലും വരുന്നത് വെച്ചാൽ കാഷ്ടത്തിലൂടെ അവർ പിന്നെയും കൊത്തി കഴിക്കുമ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ വിര ഇളക്കുന്ന സമയത്ത്
നമ്മുടെ കോഴികൾക്ക് എല്ലാവർക്കും വിരയിളക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എല്ലാ കോഴികളെയും ഒരു ദിവസം തന്നെ വിരയിളക്കാം. ഇപ്പോൾ ഒരു കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് വിരമരുന്ന് കൊടുക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയും പോലെ മുമ്പോട്ടേക്ക് വീഡിയോസ് ഇടാനുള്ളൊരു എന്താ പറയുക എനിക്കൊരു ഇൻട്രസ്റ്റ് തരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.